ഓരോ കുട്ടിക്കും അവരവരുടെ കുട്ടിക്കാലം പിന്നീടുള്ള ജീവിതത്തിന് വഴിത്താരയാകുമെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് നാരായണ ഗുരുകുലത്തിന് ഡോക്ടർ വൈദ്യ അനിൽകുമാറിൻ്റെ ജീവിതത്തിൽ വൈദ്യവൃത്തി തൊഴിലായും അതിൽ പുലർത്തുന്ന സമീപനത്തിൻ്റെ പ്രത്യേകതയായും വ്യതിരിക്തതയായും പറയാവുന്നത്. കുട്ടിക്കാലത്ത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന നാരായണ ഗുരുകുലത്തിൻ്റെ കൺവെൻഷൻ വേദികളിൽ വിവേകോദയ മാസികയുടെ ലേഖന പരമ്പര തയ്യാറാക്കുന്ന ചുമതലയുണ്ടായിരുന്ന എൻ്റെ അച്ഛൻ എം പീതാംബരൻ്റെ പ്രേരണയാണ് ഇങ്ങനെയൊരു ഗുരുകുല ബന്ധത്തിലേക്ക് എന്നെ എത്തിക്കുവാൻ സാധ്യത വരുത്തിയത്. ആദ്യമൊക്കെ കാലാനുസൃതമായിട്ടുള്ള സന്ദർശനങ്ങളിൽ ഒതുങ്ങിയ എൻ്റെ നാരായണ ഗുരുകുല ബന്ധം പിന്നീട് അവിടുത്തെ ഒരു പരിശീലന പദ്ധതിയിൽ ഉൾപ്പെട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ വേണ്ട വിധത്തിലാക്കി തീർക്കുന്ന രീതിയിൽ ഉൾക്കാമ്പുള്ള ഒരു വ്യക്തിത്വമായി മാറുവാനായിട്ട് നാരായണ ഗുരുകുലത്തിലെ മധ്യവേനൽ അവധിക്കാലത്തെ പരിശീലന പദ്ധതി ഉപകരിച്ചു എന്ന് പറയാതിരിക്കുക വയ്യ. ആയുർവേദ വൈദ്യത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിൽ അനുസൃതമായ തരത്തിലുള്ള ഭാഷാപരിജ്ഞാനം നാരായണ ഗുരുകുലത്തിലെ ആ മധ്യവേനൽ അവധിക്കാലത്തെ പരിശീലനത്തിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് പറയാതിരിക്കുക വയ്യ. ഗഹനമായ സൈദ്ധാന്തികമായ ചർച്ചകളുടെ കാഴ്ചക്കാരനായി കേൾവിക്കാരനായി അച്ഛനൊപ്പം കഴിഞ്ഞിരുന്ന സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയൊരു ഭാഷാസ്വാധീനം ആയുർവേദ വൈദ്യനെന്ന ഒരു പ്രയോഗസിദ്ധിക്ക് മകുടം ചാർത്തുന്ന തരത്തിലായി. പിന്നീടുള്ള ആയുർവേദ വൈദ്യ പരിശീലന പദ്ധതികളിൽ ഈ ഭാഷാപരിജ്ഞാനവും വേദാന്ത അനുഭവങ്ങളും എന്തുകൊണ്ടും ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ നമ്മളുടെ ഭാരതീയ ദർശനങ്ങൾക്ക് നിദാനമായിരുന്നു എന്ന് പറയാതിരിക്കുക വയ്യ. ഒരു വൈദ്യന് വേണ്ടതായ സൈദ്ധാന്തികമായ ഉൾക്കാമ്പ് ഭാരതീയ ദർശനങ്ങളായ സാഖ്യ ന്യായ വൈശേഷികങ്ങളിൽ കണ്ടെത്താവുന്നത് ഈ ഗുരുകുലത്തിൻ്റെ നാരായണ ഗുരുകുലത്തിൻ്റെ കൺവെൻഷനുകളുടെ വേദാന്ത ചർച്ചകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വഴിത്താരയായിരുന്നു എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കുകയാണ്. ഒരു വൈദ്യൻ സർവോപരി ഒരു മനുഷ്യ സ്നേഹിയായിരിക്കണമെന്ന നാരായണ ഗുരുദേവൻ്റെ ഒരു വീഢയെറുമ്പിനും വരുത്തരുതെന്നുള്ള തത്വ ആവിഷ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു ഗുരുകുലവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ ആധാരശില. മനുഷ്യ ജീവിതത്തിന് പല മുഖങ്ങളുള്ളതിൽ ഏറ്റവും വ്യക്തമായ സ്നേഹത്തിൻ്റേതായ ഒരു ഉറവിടം നമ്മളുടെ അന്തർഭാഗത്ത് സൃഷ്ടിക്കപ്പെടണമെന്നുള്ള ഗുരുനിത്യനീതിയുടെ കണ്ടെത്തലുകൾ എൻ്റെ വ്യക്തിജീവിതത്തിൽ മൂല്യവർദ്ധിത ഉപാധിയായി മാറുവാൻ അത് സഹായകമായി. നാരായണ ഗുരുകുലത്തിൻ്റെ പ്രത്യേകതയായി ആത്മബന്ധത്തിൻ്റെ അവസ്ഥാവിശേഷത്തിൻ്റെ ഒരു അനുഭവതലമായി ഈ ബന്ധത്തെ നാരായണ ഗുരുകുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുനിത്യനീതിയുടെ ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കുക വയ്യ. യാദൃശ്ചികമെന്നോണം ഗുരു നമ്മളെ തേടിയെത്തുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഒരു ഗുരു തൻ്റെ ശിഷ്യനെ തേടിയെത്തുന്നത് ശിഷ്യൻ്റെ ആവാസ വ്യവസ്ഥിതിയിലെങ്കിൽ നിശ്ചയമായും ആ ശിഷ്യന് ആ ഗുരുവിൻ്റെ കൃപാകടാക്ഷത്തിൻ്റെ അതുല്യമായ അവർണ്ണനീയമായ അവസ്ഥാവിശേഷം തന്നെയാണെന്ന് പറയാം. ഒരു കാലത്ത് ഇരിങ്ങാലക്കുട മതമൈത്രി നിലയത്തിൽ വെച്ച് നടന്ന ഒരു സൈദ്ധാന്തിക വേദാന്ത ചർച്ചയ്ക്ക് ഇടെ വിശ്രമിക്കാനായി എൻ്റെ അച്ഛൻ്റെ ഒപ്പം വീട്ടിലേക്കെത്തിയ ഗുരുനിത്യനീതിയുടെ സ്നേഹമസൃണമായ ഇടപെടലുകൾ ഒരു കൊച്ചു വിദ്യാർത്ഥിയോട് എങ്ങനെ കരുണാപൂർവവും സ്നേഹപൂർണവുമായ ഇടപെടലുകൾ എങ്ങനെയുണ്ടായി എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാത്ത ചിത്രമായി നിൽക്കുന്നത് അതിൻ്റെ ശക്തമായ സ്വാധീനത്തിൽ തന്നെയാണ്. ഇടപഴകുന്ന ഓരോ വ്യക്തിയിലും വ്യക്തിബന്ധത്തിൻ്റേതായ അടിസ്ഥാന തത്വങ്ങൾ ആ ഇടപെടലുകളിൽ ഗുരുനിത്യനീതി കണ്ടെത്തിയിരുന്നു, പരിപാലിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ബോധ്യമാണ് ഇന്ന് മംഗളഭാരതിയിൽ അമൂർത്തമായ ഗുരുസാന്നിധ്യം അനുഭവിക്കുന്നതായ എൻ്റെ ഇന്നത്തെ സന്ദർശനവും ഈ ഒരു അനുഭവവും.